ടി.പി. മുഹമ്മദ് SDPIയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വർക്കിംഗ് മെമ്പറാണ്. അതേപോലെ തന്നെ SDPIയുടെ സാംസ്കാരിക വിഭാഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ്. ടി.പി. മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അത്ര സുപരിചിതരായിരിക്കില്ല. അതേസമയം കഴിഞ്ഞതിന് മുമ്പുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് SDPI പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരത്തിലുണ്ടായിരുന്നു. ടി.പി. മുഹമ്മദിനോട് എനിക്ക് ആദ്യമായിട്ട് അറിയാനുള്ളത് ഒരു 4 പ്രസ്ഥാനങ്ങളുടെ പേര് ഞാൻ പറയാം. ആ പ്രസ്ഥാനങ്ങളും SDPIയും തമ്മിലുള്ള ബന്ധം എന്താണ്, SDPIയുടെ രൂപീകരണ പശ്ചാത്തലത്തിൽ ഈ പ്രസ്ഥാനങ്ങൾക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അതൊന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, 2 സിമിയാണ്, 3 NDF ആണ്, 4 PFI ആണ്. ഇതെങ്ങനെയാണ് SDPIയുടെ രൂപീകരണത്തിലേക്ക് പശ്ചാത്തലം ഒരുക്കി കൊടുത്തത്? ഇതിന് ഒരു ചരിത്രപരമായ ഈ ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയെ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിനെ നമുക്ക് 3-4 ഘട്ടങ്ങളായിട്ട് നമുക്കതിനെ വിലയിരുത്താൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് 57 EMS മന്ത്രിസഭ വരുമ്പോൾ ഉള്ള സപ്തകക്ഷി മന്ത്രിസഭ എന്ന് പറയുന്ന ഒരു മുന്നണി രാഷ്ട്രീയ സംവിധാനം വരുന്ന ഒരു കാലഘട്ടമാണ്. അത് കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി എന്നതിൽ നിന്ന് മാറി പല ആശയങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രത്യേക അധികാര ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിക്കുക എന്നുള്ള ഒരു സംഗതി EMSൻ്റെ നേതൃത്വത്തിൽ ഉള്ള അന്നത്തെ ഇടതുപക്ഷമാണത് മുന്നോട്ട് വെച്ചത്. ആ ഒരു മാതൃകയാണ് NDA ഉൾപ്പെടെയുള്ള ഈ മുന്നണി സംവിധാനങ്ങൾ ശരിക്കും മുന്നോട്ട് വെക്കണേ. രണ്ടാമത്തെ ഒരു ഘട്ടം വരുന്നത് അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വരുന്നത് രാജ്യത്തെ ഏതെങ്കിലും ജനവിഭാഗങ്ങൾ അധികാരവർഗത്തിനെതിരായി വരുമ്പോൾ, അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇന്ത്യൻ സമൂഹത്തെ, ഇന്ത്യൻ സംവിധാനത്തെയും നിശബ്ദമാക്കാൻ കഴിയും എന്ന ഒരു ബോധമാണ് അതിനകത്തുള്ളത്. പിന്നീട് നടന്നത് ചരിത്രമാണ്. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യ നിഷേധവും എന്ന ഒരു വലിയ ഒരു സാധനമാണ് അതിനകത്തുള്ളത്. മൂന്നാമത്തെ ഒരു ഘട്ടം വരുന്നത് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയും അതിനോടനുബന്ധിച്ചുണ്ടായ ഒരു വലിയ ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയമാണ്. അത് കഴിഞ്ഞുള്ളതാണ് 2014 വരുന്ന സവർണ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ RSSൻ്റെ സ്വാധീനതയിലുള്ള ഇന്ത്യൻ ഭരണകൂടം എന്ന സംഗതികൾ യാഥാർത്ഥ്യമാണ്. ഈ ഘട്ടത്തിൽ എവിടെയും നമ്മൾ ഒരു വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ സംവിധാനത്തിനപ്പുറം ഒരു അധികാരത്തിൽ ഉണ്ടായിരുന്നവർ എതിർപക്ഷത്തെ RSSൻ്റെ സ്വാധീനതയിലുള്ള പുതിയൊരു രാഷ്ട്രീയ സംവിധാനം, ഈ 2 സംവിധാനങ്ങളെയും ഇതിനെ അധികാരത്തിൽ എത്തിക്കുന്നതിന് പ്രധാനമായും പങ്കുവഹിച്ചത് ഈ ഞാൻ മുമ്പേ പറഞ്ഞ ഈ മുന്നണി ഘടനയിൽ വന്ന വ്യത്യാസങ്ങളാണ്. VP സിംഗ് കോൺഗ്രസ് മന്ത്രിസഭയിൽ നിന്ന് മാറി ജനതാദൾ രൂപീകരിക്കുന്നതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വന്ന സോഷ്യലിസ്റ്റുകളുടെ അധികാര പ്രവേശം എന്ന് പറഞ്ഞൊരു സാധനം സംഭവിച്ചു. അത് കൃത്യമായി ഒരു ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് എന്നുള്ള നിലക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഏകധ്രുവമായ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പ്രാദേശിക കക്ഷികൾ, സ്റ്റേറ്റ് പൊളിറ്റിക്സിന് ഉൾപ്പെടെ സ്വാധീനതയുള്ള ഒരു സോഷ്യലിസ്റ്റ് ചേരിയുടെ അധികാര പ്രയോഗമാണെന്നാണ് നമ്മൾ അഴിമതി വിരുദ്ധമായ അധികാര പ്രയോഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് VP സിംഗിൻ്റെ മന്ത്രിസഭയ്ക്ക് ശേഷം ജോർജ് ഫെർണാണ്ടസ് ഉൾപ്പെടെ രാംവിലാസ് പാസ്വാൻ ഉൾപ്പെടെയുള്ള ദലിത് ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് നേതാക്കളൊക്കെ വാജ്പേയിയുടെ NDAയുടെ ഭാഗമാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു രാഷ്ട്രീയ വളർച്ച ബോധപൂർവം രൂപപ്പെട്ടു വന്നതാണ്. എന്നാൽ നിങ്ങൾ ചോദ്യത്തിൽ ഉന്നയിച്ച പോലെ 40കളിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്ന 47 മുതൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കോ ഒരു 30 വയസ്സ് വരെയുള്ള യുവജനങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ
ലീഡർഷിപ്പ് ട്രെയിനിങ് ജീവിതം. അതിന് നമ്മൾ മറ്റൊരർത്ഥത്തിൽ തർബിയ എന്ന് പറയുന്ന ഒരു സാധനമാണ് സിമി മുന്നോട്ട് വെച്ചിരുന്നത്. 30 വയസ്സിന് ശേഷം സംഘടന എന്ന ഒരു പരിപ്രേക്ഷ്യമില്ലാതെ സിമി പ്രവർത്തിച്ച ആളുകൾ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു രീതിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അപ്പോൾ ഈ രണ്ട് സംവിധാനങ്ങളും പ്രത്യക്ഷമായി ഇന്ത്യൻ രാഷ്ട്രീയ ഘടനയെ നിർണ്ണയിക്കുന്നതിൽ കാര്യമായ പങ്കൊന്നും വഹിച്ചിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയ ഘടനയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറിയിട്ടില്ല. അവരെ അജണ്ടകളിൽ പ്രധാനമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ അധികാരത്തിലെത്തുക എന്നുള്ളൊരു പ്രയോഗമാണ്. ഈ പ്രയോഗത്തിന് ഈ രണ്ട് സംവിധാനങ്ങളും എതിരായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും സിമിയും. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയായിരുന്നു, സിമി അങ്ങനെയാണ്. താത്വികമായി ജമാഅത്തിന്റെ നിലപാടുകളിൽ ഈ വ്യവസ്ഥിതി മാറേണ്ടത് മനസ്ഥിതി മാറിയിട്ടാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത്. അതിന് മറ്റ് ഇതിലേക്ക് പോകാതെ സിമിയുടെ സംഗതിയിൽ ഉണ്ടായിരുന്നത് ഈ സമൂഹത്തിലെ ദുർബലരായ ആളുകളിൽ നിന്ന് അവരെ മുന്നോട്ട് നയിക്കേണ്ട ഫ്യൂച്ചർ ജനറേഷന് ദിശാബോധം നൽകുക എന്നുള്ളതാണ് അവർ ചെയ്തിരുന്നത്. കാരണം അതിന് വേറെ അജണ്ടകളില്ല. ഈ ദിശാബോധം എന്ന് പറയുമ്പോൾ ഏതർത്ഥത്തിലുള്ള ദിശാബോധമാണ്? അവരുടെ സിമി എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ഇസ്ലാമിക് ആണല്ലോ. അപ്പം മുസ്ലിം യുവതക്കാണോ അതല്ലെങ്കിൽ മൊത്തം ജനങ്ങൾക്കാണോ ഉദ്ദേശിച്ചിരുന്നത്? ടോട്ടൽ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനെയാണല്ലോ അത് പ്രതിനിധാനം ചെയ്യണേ. ഒരു സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമൂഹ മാറ്റത്തിൻ്റെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ വർത്തമാനത്തിൽ പഠിച്ചുകൊണ്ട് ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു സർഗാത്മക ന്യൂനപക്ഷമാണ് എപ്പോഴും ലോകചരിത്രത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫലസ്തീനെ വിഷയം എടുക്കുമ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറഞ്ഞ 10,000-കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട ഒരു ഭൂമികയിൽ നിന്ന് ഒരു സുൽത്താൻ മുഹമ്മദും ഒരു സലാഹുദ്ദീൻ അയ്യൂബിയും ഉണ്ടാകുമ്പോഴാണ് ഖുദ്സ് മോചിപ്പിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം മുഴുവനായിട്ടില്ല. പിന്നീട് വന്നതാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സാധനം. ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് ഉള്ളപ്പോൾ SDPI എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇല്ല. അതൊരു ആഭ്യന്തര ശാക്തീകരണം, അതായത് സമൂഹത്തിൽ ദുർബലരായ ആളുകളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ശാക്തീകരണമാണ് NDF അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവർ ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് അവരുടെ ഭാഗത്തൊന്നും ശരിക്കും ഉണ്ടായിട്ടില്ല. ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിലല്ല, ഒരു സാംസ്കാരിക മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് അത് പ്രവർത്തിച്ചിട്ടുള്ളത്. PFI അതുപോലെ തന്നെ. PFI അതൊരു ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ അല്ല, ഇസ്ലാമിക് റിഫോമറി ഓർഗനൈസേഷൻ എന്നുള്ളതിലപ്പുറം ഒരു നവോത്ഥാന സംവിധാനം എന്നതിനപ്പുറം ഇന്ത്യയിലെ അവികസിതമായ ഗ്രാമങ്ങളിൽ അവിടെയുള്ള ജനങ്ങൾക്ക് അവർക്ക് സ്വയം പര്യാപ്തതയിൽ എത്താനുള്ള ലോക്കൽ ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് PFI ചെയ്ത ഒരു സംഗതി. അത് ഒരു അടിസ്ഥാനപരമായി അവരുടെ ഒരു ക്വാളിറ്റി ആയി തോന്നിയത് അവർ മദ്യം, മയക്കുമരുന്ന്, ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, നിയമവിരുദ്ധമായ ഉപജീവനോപാധികൾ, ഈ സംഗതികളിൽ നിന്നൊക്കെ തങ്ങളുടെ പ്രവർത്തകരും സമൂഹവും മുക്തമാകണമെന്ന് അവർ കൃത്യമായി അവരങ്ങനെയുള്ളൊരു സൊസൈറ്റിയെ ബിൽഡപ്പ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയും ഇന്ത്യയിലൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുക എന്നുള്ളതിന് ഒരു പ്രധാനമായ പങ്ക് വഹിക്കാൻ ഒരു സംവിധാനം എന്നുള്ളവർക്ക് അവർക്കും സാധിച്ചിട്ടില്ല. കാരണം അതിന് പരിമിതിയുണ്ട്. കാരണം അതിൽ മുസ്ലിങ്ങൾ അംഗങ്ങളായ ഒരു സംവിധാനമാണല്ലോ അത്. SDPI എന്ന് പറയുമ്പോൾ SDPI മുന്നോട്ട് വെക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയിലെ ജാതി സംവിധാനങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെ സാമൂഹ്യ ക്രമത്തിലെ ഉച്ചനീചത്വങ്ങളെക്കുറിച്ചും പഠന വിധേയമാക്കിയതിനു ശേഷം സ്വന്തം സമൂഹത്തിൻ്റെ ഇന്ത്യൻ സമൂഹത്തിലെ അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ സമഗ്രമായ വിമോചനത്തിന് ഒരു പോംവഴി എന്ന രീതിയിലാണ് സാമൂഹിക ജനാധിപത്യം മുന്നോട്ട് വെച്ചത്. സാമൂഹിക ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ റെപ്രസെൻറ്റേഷൻ. ഇന്ത്യയിൽ 3600ഓളം ജാതികളും ഉപജാതികളുമുള്ള ഒരു സമൂഹത്തിൽ അവിടെ ഈ ഇന്ത്യയിലെ ഭരണക്രമത്തിൻ്റെ ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളുടെയും പാർലമെൻറ്റിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും ഏറ്റവും സ്വാധീന ശക്തിയായി നിലനിൽക്കുന്നത് ഇന്ത്യൻ ജനസംഖ്യയിലെ കേവലം 10% താഴെയുള്ള സമ്പന്നരും മേൽജാതി സമൂഹമാണ്. ഈ അവസ്ഥക്ക് മാറ്റം വന്നെങ്കിൽ മാത്രമേ അടിസ്ഥാന ജനവിഭാഗത്തിന് രാജ്യം അവർക്ക് നൽകേണ്ട, ഓരോ വ്യക്തിക്കും നൽകേണ്ട അടിസ്ഥാനപരമായ അവകാശങ്ങൾ, നീതി, തുല്യനീതി ലഭ്യമാവുകയുള്ളൂ എന്ന് ഡോക്ടർ BR അംബേദ്കർ മനസ്സിലാക്കുകയും
അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണഘടനയാണ് നമുക്ക് തന്നെ. അതുകൊണ്ടാണ് ഈ പേഴ്സണൽ ലോ ഒക്കെ പറയുന്ന കൺസെപ്റ്റ് ഒക്കെ അതിലാണ് വന്നത്. അതായത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് അവർക്ക് അവരുടെ വിശ്വാസവും ആചാരവും സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ഈ രാജ്യത്തിൻ്റെ വികസന പ്രക്രിയയിൽ പങ്കാളികളാകാനും ഈ വികസനത്തിൻ്റെ ഗുണഭോക്താക്കളാവാനും ആത്മാഭിമാനത്തോടു കൂടി അവരുടെ ആദർശത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ഒരു ബാബരി മസ്ജിദിൻ്റെ ഡിമോളിഷന് ശേഷം, അതായത് രാം ജന്മഭൂമി മൂവ്മെൻറ്റിന് ശേഷമുള്ള ഇന്ത്യയിലെ സാമൂഹിക ക്രമത്തിൽ വന്ന വലിയ മാറ്റമുണ്ട്. ഈ മാറ്റത്തെ മറികടക്കാൻ അംബേദ്കർ മുന്നോട്ട് വെച്ച ഈ ഒരു ആശയത്തിന് സാധ്യമാകുമെന്നാണ്, അത് ഭരണഘടനയ്ക്ക് സാധ്യമാകുമെന്നാണ്. ഭരണഘടനയുടെ അന്തസ്സത്ത ഐഡിയോളജിയാണല്ലോ അംബേദ്കർ മുന്നോട്ട് വെച്ച സോഷ്യൽ ഡെമോക്രസി. ആ സോഷ്യൽ ഡെമോക്രസിയെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ ആശയമായി അവർ ഉൾക്കൊള്ളുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് SDPI അതിൻ്റെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ ഇതിനൊരു പാരൻ്റൽ ഓർഗനൈസേഷൻ്റെ കാര്യമില്ല. കാരണം ഒരു കോർപ്പറേറ്റിസം, അതായത് ഡെങ്കൽ കരാറിന് ശേഷം ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന ഒരു കോർപ്പറേറ്റ് മെക്കാനിസം ഉണ്ട്. ഗ്ലോബലൈസേഷൻ്റെ ശേഷമുള്ള ഒരു കോർപ്പറേറ്റ് മെക്കാനിസം ഉണ്ട്. അതിനെ ഏറ്റവും ഇഫക്റ്റീവായി ഉപയോഗപ്പെടുത്തിയത് BJP ആണ്, RSS ആണ് ഉപയോഗപ്പെടുത്തിയത്. അവർ ഓപ്പൺ മാർക്കറ്റ് എക്കണോമിയാണ് അവരെ ബേസ് ആയിട്ടുള്ളത്. ഈ ഓപ്പൺ മാർക്കറ്റ് എക്കണോമിയുടെ എന്ന് അവർ ഇത് പ്രയോഗിക്കുമ്പോൾ ഇന്ത്യയെ സന്തുലിതമായി നിർത്തിയിരുന്ന മിക്സഡ് എക്കണോമി സംവിധാനത്തെ അവർ തകർത്ത് കളഞ്ഞു. ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ദരിദ്രരായ 102ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സാമൂഹിക ജനവിഭാഗങ്ങളിലേക്ക് തുല്യനീതി ഉറപ്പുവരുത്തുന്ന ഒരു ആശയ പ്രയോഗം ഭരണഘടനാനുസൃതമായി നടപ്പിലാക്കുക എന്നുള്ള, അതിനുവേണ്ടി രാജ്യത്തെ 21 സംസ്ഥാനങ്ങളിലുള്ള ബഹുജനങ്ങളെ, നാനാവിധങ്ങളായ ബഹുജനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് 17 വർഷമായി SDPI നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ സംഘടനകളുമായിട്ട് ഇതിന് നേർക്കുനേരെ ബന്ധം ഇല്ല എന്നാണ് പറഞ്ഞു വന്നത്. ബന്ധം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ, അവർ ചെയ്ത പണി വേറൊന്നാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയിലുള്ള ആളുകളായിരുന്നു സിമി, അതായത് ജമാഅത്തെ ഇസ്ലാമായിട്ട് ബന്ധമുള്ള ആളാണ് സിമി. എൻ്റെ ചോദ്യങ്ങൾ ഇതിലേക്ക് തന്നെ തുടർന്ന് വരാൻ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സിമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് NDF-ലേക്ക് വന്നതും പിന്നീട് PF-ലേക്കൊക്കെ വരുന്നത്. അത് തന്നെയാണ് SDPI മാറുക എന്നതാണ് പൊതുജനങ്ങളുടെ ധാരണയും ഏറെക്കുറെ ശരിയും. അതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് തുടക്കത്തിൽ തന്നെ. നമ്മുടെ യശശരീരനായ ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ASI സാഹിബ്, അദ്ദേഹം ഒരു മുജാഹിദ് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം ജമാഅത്തുകാരനായിരുന്നു. ഇപ്പോൾ നമ്മുടെ ദേശീയ കമ്മിറ്റിയിലുള്ള തുളസീധരൻ പള്ളിക്കൽ, അദ്ദേഹം വേറൊരു സംഘടനയിൽ ബന്ധപ്പെട്ട ആളല്ല. പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൃഷ്ണൻ എരഞ്ഞിക്കൽ, അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. അതിനൊരു കാര്യം ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ഒരു നിലപാടാണത്. ഇത്തരം പുറത്ത് കാണിക്കാൻ വേണ്ടി ചില ആളുകളെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. ഞാൻ അതിനേക്കാൾ അപ്പുറം ഈ പ്രസ്ഥാനം രൂപപ്പെട്ടു വന്ന പശ്ചാത്തലം ഞാൻ ചോദിക്കുന്നത്. അതിൽ ഇത്തരം സംഘടനകൾക്ക് നിർണായക ശക്തി അല്ലെങ്കിൽ നിർണായക സ്വാധീനം ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ സംഘടനകൾക്ക് എങ്ങനെ ഉണ്ടാവുക? നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഭരണഘടന വായിച്ചിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിൻ്റെയും സിമിയില്ല, അത് നിരോധിതമായി ഇപ്പോൾ ഇല്ലല്ലോ. അത് പ്രസക്തമായ ഒരു ചർച്ചയല്ല. ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ഉണ്ടായിരിക്കുകയും അതിലുണ്ടായിരിക്കുകയും ചെയ്തു. അത് നിരോധിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് കൊണ്ടുപോവുകയോ അതിൻ്റെ ഭാഗവാക്കായി എന്ന് ഗവൺമെൻറ് തന്നെ ആരോപിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സംഗതിയാണ് എന്ത്, അതിനെ പറ്റിയുള്ള ചർച്ചയുള്ളൂ. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പലരും ഇൻ്റലക്ച്വൽ മുസ്ലിം ഗ്രൂപ്പുകളിലെ രാഷ്ട്രീയ പക്ഷം ചേരാത്ത ഇൻ്റലക്ച്വലുകളുടെ ഒരു കൂട്ടായ്മ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. ഇത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ചേർന്നുകൊണ്ട് കോഴിക്കോട് വെച്ച് നടന്ന ദേശീയ സമ്മേളനത്തിലാണ്, രാഷ്ട്രീയ സമ്മേളനത്തിലാണ്, ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. പലയിടങ്ങളിലുള്ള ഒരു ശൂന്യതയുണ്ട്. ഇന്ത്യയിലെ ഈ ഡീപ്പ് പൊളിറ്റിക്സിൻ്റെ സ്വാധീനം ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ഇപ്പം നിലവിലില്ല. നമ്മൾ ഡീപ്പ് പൊളിറ്റിക്സ് അത് പറഞ്ഞാൽ ഒരു അധോ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന, രാഷ്ട്രീയ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു എക്സ്റ്റേണൽ പവർ, അത് ഇപ്പോൾ കോർപ്പറേറ്റുകളുടെയും ജാതി മേൽക്കോയ്മയുടെയും ഒരു സ്വാധീനമുള്ള ഒരു സംവിധാനം. ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനതയിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഗതി കിട്ടാതെ പോയ ഒരു കാലത്താണ് യഥാർത്ഥത്തിൽ SDPI ഉണ്ടാകുന്നത്. അതേ സമയം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ വെൽഫെയർ പാർട്ടി SDPI പൊതുസമൂഹം കാണുന്നത് എപ്പോഴും ഒരു മുസ്ലിം പക്ഷ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ്.
മാത്രവുമല്ല അടുപ്പിക്കാൻ പേടിക്കുന്ന രീതിയിൽ. ഇത് എങ്ങനെ രൂപപ്പെട്ടു എന്നതിനേക്കാൾ അപ്പുറം ഇത് ഒരു സത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, എങ്ങനെയാണ് SDPI ഒരു ബഹുജന സമാജമായി മാറുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മുന്നിൽ കാണുന്ന രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ നമ്മൾ കാണാക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഒന്നിച്ച് പാർലമെൻറ്റിലേക്ക് വോട്ട് ചോദിക്കാവുന്ന ഒരു ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ സാധനം. കേരളത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിക്കുന്ന അതേ മനുഷ്യൻ അന്ന് വൈകുന്നേരം ആകുമ്പോൾ തമിഴ്നാട്ടിൽ പോയാലും ആന്ധ്രയിൽ പോയാലും കോൺഗ്രസിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം. ഈ വൈരുദ്ധ്യങ്ങളുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ സുപ്രധാനമായ ഒരു സംഗതി ഈ പ്രാദേശിക തലത്തിലെത്തുമ്പോൾ സ്വന്തം അധികാരം എന്നുള്ള ഒരു പരിമിതിയിലേക്ക് ചുരുങ്ങി പോവുക ചെയ്യണേ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞ ഈ മുസ്ലിം ഓറിയൻറ്റഡ് ആയ സംഗതികൾ അതങ്ങനെ സാധിക്കണമല്ലോ. ശരിക്കും നമ്മൾ അങ്ങനെ ഒരു സംവിധാനം മാത്രമല്ല, കാരണം ഞങ്ങൾക്ക് 800 ചില്ലാനം മെമ്പർമാരുണ്ട് നമുക്ക് ഇന്ത്യയിൽ. അങ്ങോളം ഇങ്ങോളം ത്രിതല പഞ്ചായത്ത് തലത്തിൽ 800 ചില്ലാനം മെമ്പർമാരുണ്ട് നമുക്ക്. അതിൽ 60% ആളുകൾ മുസ്ലിം ഇതര വിഭാഗത്തിലുള്ളവരാണ്. അത് ഇന്ത്യയിലെ മൈനോറിറ്റി അധസ്ഥിത ജനവിഭാഗങ്ങളിൽ നിന്ന് കർണാടകയിലൊക്കെ ഒരുപാട് എണ്ണമുണ്ട്. നമുക്ക് 200-ൽ ഒരു 100 ചില്ലാൻ ആളുകൾ നമ്മളുടേത് അതർ അതായത് സാമൂഹികമായി ദുർബലമായ ജനവിഭാഗത്തിൽ നിന്നുള്ളതാണ്. ഇത് അല്ല, അങ്ങനെയല്ല. നമ്മൾ തമിഴ്നാട്ടിൽ നമ്മളൊരു ഇപ്പോൾ DMK മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യപ്പെട്ട ഒരു പാർട്ടിയാണ് നമ്മൾ. അവിടെ നമ്മളും ഖാദർ മൊയ്തീനും ഒന്നിച്ചുണ്ടാവുക. ഇപ്പോൾ മുസ്ലിം ഡോമിനേറ്റഡ് പാർട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനം സംഗതി അതെപ്പോഴും ഒരു സ്റ്റേറ്റ് ലെവൽ പരിപ്രേക്ഷ്യത്തിനപ്പുറം പോകുന്നില്ല. ഇന്ത്യ മുഴുവൻ മുസ്ലിം ലീഗ് ആണെങ്കിലും AIMM ആണെങ്കിലും ഉവൈസിന്റെ പാർട്ടി മജ്ലിസ്, ഇതൊക്കെ അവരുടെ ഒരു 1-2 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ പരിമിതമായി പോവുക. നമ്മൾ അതിനപ്പുറമുള്ള ഒരു വികാസമാണ് നമ്മൾ SDPI കാണിച്ചത്. നമ്മുടെ ഉദ്ദേശത്തിൻ്റെ നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കുള്ള നടത്തമാണത്. പക്ഷേ ഇതിലൊക്കെ മനസ്സിലാകുന്നത്, ഇപ്പം SDPI ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും ഒരേ തരംഗദൈർഘ്യത്തിൽ ഒരേ വേവ് ലെങ്ത് ചിന്തിക്കുന്നതും അതേ ആശയം മുന്നോട്ട് വെക്കുന്നവരാണ്. എങ്ങനെയാണ് പിന്നെ ഇതിന്റെ വ്യത്യസ്ത ധാരയിലേക്ക് പോകുന്നത്? അങ്ങനെയല്ലല്ലോ. വെൽഫെയർ മുന്നോട്ട് വെക്കുന്നത് എന്താ അത് ഞാൻ പറയുന്നില്ല. പക്ഷേ SDPI മുന്നോട്ട് വെക്കുന്നത് സാമൂഹിക ജനാധിപത്യമാണ്. സാമൂഹിക ജനാധിപത്യം കൊണ്ട് മാത്രമാണ്. അത് അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരാശയമാണ്. ഈ രീതിയിൽ ഒരു സാമൂഹിക സംഘാടനം നടന്നാൽ മാത്രമേ ജനാധിപത്യപരമായ ഒരു പരിവർത്തനം നടക്കുകയുള്ളൂ. SDPIക്ക് ഒരു പാരൻ്റൽ സംവിധാനം ഇല്ല. SDPI സ്വതന്ത്രമായി നിലനിൽക്കാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ പാർട്ടിയിലേക്ക് വന്ന ആളുകൾ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ വന്നിട്ടുണ്ട്. സമസ്തൻ്റെ ആളുകളുണ്ട്, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, നല്ല റോയ് അറക്കലിനെ പോലെയുള്ള നല്ല ക്രിസ്ത്യാനികളുണ്ട്. ഉണ്ട് എന്നുള്ളതല്ല, അവരിതിൻ്റെ സ്ഥാപകാംഗങ്ങളിൽപ്പെട്ട ആളുകളാണെന്നുള്ളതാണ്. ഇത് ഒരിക്കലും നമ്മളതിനെ പരിമിതപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളൊരിക്കലും ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ 60% ഈഴവ കമ്മ്യൂണിറ്റി കയറിയിട്ടുള്ളത് ഇതിലാ. ഈ കമ്മ്യൂണിറ്റിൻ്റെ പാർട്ടി ഏതാ? CPM ആണ്. അതുകൊണ്ട് നമ്മൾ CPM-നെ ഈഴവ പാർട്ടി എന്ന് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ നായർ അതുപോലെയുള്ള ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിലുള്ള ആളുകളും ഈ ലീഡർഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഈ സവർണ സംവിധാന ആളുകൾ കൂടുതലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നമ്മൾ കോൺഗ്രസിനെ സവർണ പാർട്ടി എന്ന് പറയുന്നില്ല. മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾ കൂടുതലുള്ള പാർട്ടിയാണ്. പക്ഷെ അതൊരു മുസ്ലിം മാത്രമുള്ള പാർട്ടി എന്ന് നമ്മൾ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിജയിച്ചു നിൽക്കുന്ന പാർട്ടികളെ കുറിച്ച് അവരുടെ അംഗങ്ങളെ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ഇന്ന ആളെ പാർട്ടി എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. പിന്നെ രണ്ടാമത്തേത്, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഓരോ ജനവിഭാഗങ്ങളെ, പ്രത്യേക ജനവിഭാഗങ്ങളെ ഉൾച്ചേർന്നുകൊണ്ടാണ് അത് ഉണ്ടാവുക, രൂപപ്പെട്ടു വരിക. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുമ്പോഴേ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് അനുഷ്ഠിക്കേണ്ടത് ചില നോംസ് ഉണ്ട്. അത് പ്രകാരം ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെയാണ് ഇന്ത്യയിലുള്ള ആളുകളെ സംബന്ധിച്ച്. മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആത്യന്തിക ലക്ഷ്യം ഭരണത്തിലേക്ക് വരിക എന്നുള്ളത് മാത്രമല്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ രീതിയിൽ വ്യത്യസ്ത പാർട്ടി രൂപീകരണത്തിന്റെ ആവശ്യം എന്താ വരുന്നത്? ഒരു ഏക പാർട്ടി ആയാൽ എന്താണ്, ബഹുപാർട്ടി സംവിധാനത്തിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ്. ഏക പാർട്ടി ആകുമ്പോൾ അതിൽ പ്രതിപക്ഷം ഉണ്ടാവില്ല. ഭരണഘടനയുടെ അടിസ്ഥാനപരമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഡിസെൻറ്റ്, വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയാം. അധികാരത്തിനുള്ള വഴിയെയല്ല നമ്മൾ ജനാധിപത്യം എന്ന് പറയാം. ഇന്ത്യയിലെ ഓരോ സിറ്റിസണും
അയാളുടെ ഭരണഘടനാപരമായ അധികാര പ്രയോഗമാണ് ശരിക്കും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത്. ആ അധികാര പ്രയോഗം എന്ന് പറയുന്നത് എൻ്റെ സുരക്ഷിതത്വത്തിന്, എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന്, ഈ നാടിൻ്റെ ക്ഷേമത്തിന്, അഭിവൃദ്ധിക്ക് ഞാൻ എനിക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരാൾ ആര് എന്ന ചിന്തയാണ് ഈ ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മൾ നിർവഹിക്കണം, ഓരോ വോട്ടറും നിർവഹിക്കണം. അതാണ്. അപ്പോൾ ഒരു പാർട്ടി മാത്രമാകുമ്പോൾ അവിടെ ചോയ്സ് ഇല്ലല്ലോ. ഈ ചോയ്സ് ഇല്ലാത്ത അവസ്ഥ ജനാധിപത്യമല്ല. അതിന് നമ്മൾ ഏകാധിപത്യമോ സർവാധിപത്യമോ ആയി അത് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, നമുക്ക് ആ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് SDPIയുടെ ഒരു പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെയാണ്? പ്രത്യേകിച്ച് നിങ്ങൾ കോഴിക്കോട് ജില്ല പ്രതിനിധാനം ചെയ്യുന്നതാണ്. യുവാക്കളുടെ കാര്യങ്ങളിലായാലും ഇനി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ ബോഡിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെയാണ് മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച്? SDPI ഒരു വലിയ അഹങ്കാരമുള്ള പാർട്ടിയാണ്. അത് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് കേരളത്തിൽ, ഞങ്ങൾക്ക് ഇന്ത്യയിൽ 860 ആളുകൾ ഞങ്ങൾക്ക് ജനപ്രതിനിധികളായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, അത് 21 സംസ്ഥാനങ്ങളിലുള്ള ഞങ്ങളുടെ പാർട്ടി സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങളിൽ ഞങ്ങൾക്ക് ജനപ്രതിനിധികളുള്ള സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ, വളരെ അടിസ്ഥാന ജനവിഭാഗമായ ആളുകൾ അധികാരത്ത് വന്നു. പക്ഷെ അവിടെ ഒരിടത്ത് പോലും ഞങ്ങളുടെ ഒരു പ്രതിനിധിയെക്കുറിച്ച് അധികാര ദുർവിനിയോഗത്തിൻ്റെയോ, എല്ലാവരും ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണല്ലോ, പക്ഷെ അധികാര ദുർവിനിയോഗത്തിൻ്റെയോ അഴിമതിയുടെയോ ഒരാരോപണം പോലും ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം രാഷ്ട്രീയം എന്നതിനെക്കുറിച്ച്, രാഷ്ട്രീയ പ്രവർത്തനം ഉപജീവന മാർഗമല്ല എന്ന ഒരടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് SDPI മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി. രാഷ്ട്രീയ അധികാരമോ രാഷ്ട്രീയ പ്രവർത്തനമോ പൊതുപ്രവർത്തനമോ ഉപജീവന മാർഗമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു പൊളിറ്റിക്കൽ സമൂഹത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം? വളരെ അടിസ്ഥാനപരമായിട്ട് ഒരു സംശയമാണ്. മുസ്ലിം വിഭാഗം SDPI അംഗീകരിക്കാതിരിക്കാനുള്ള കാരണം, വിഭാഗം എന്ന് പറയുമ്പോഴേ ഇതര വിഭാഗങ്ങൾ, ഇപ്പൊ മറ്റുള്ളവരൊക്കെ കൂടി ചേർന്നാലും SDPIയെ ഈ ഭാഗത്തേക്ക് അടുപ്പിക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തിപ്പെടാനുള്ള കാരണം എന്തായിരിക്കും? ഒരു മറുപടിയുണ്ട്. വഖഫ് കൈകാര്യം ചെയ്യാൻ അധികാരമില്ലാത്ത മുസ്ലിം സമൂഹത്തിലെ വഖഫ് കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യ ഘടനയുള്ള പ്രസ്ഥാനങ്ങൾ, അവരുടെ പിന്തുണയുള്ള പാർട്ടികളാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. ഈ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം പാർട്ടികൾ. അതിൽ കുറച്ച് കുറവുള്ളത് ഈ ജമാഅത്തിന് മാത്രമാണ്. ഈ മുസ്ലിം സമൂഹത്തിൻ്റെ പൊതു സാമ്പത്തിക സംഗതികളെ, പൊതു സംവിധാനങ്ങളെ, മഹല്ല് അതുപോലെയുള്ള സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന സമസ്ത, നദുവത്തുൽ മുജാഹിദീൻ, മസ്ജിദ് കൗൺസിൽ, ഇങ്ങനെയുള്ള കുറച്ച് സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളുടെ അധികാരമുള്ള ആളുകൾക്ക് മുസ്ലിം സമൂഹത്തെ ഫോഴ്സ്ഫുള്ളി, അതായത് ഒരു ഇൻറ്റേർണൽ, അതായത് വടിയെടുത്ത് പോയിട്ടല്ല, അവരുമായി ഒരു ഇൻറ്റേർണൽ ചെയിനുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കാരണം അവർ മദ്രസ നടത്തുന്നു, അവർ സ്കൂൾ നടത്തുന്നു, ഇതൊക്കെ ഇങ്ങനെ കുറേ സംഗതികളുണ്ടാവും. പിന്നെ മഹല്ലുകളിൽ മുസ്ലിമിൻ്റെ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ട ഈ മഹല്ലുകളുടെ അധികാരം ഇവരുടെ കയ്യിലാണുള്ളത്. SDPIയെ സംബന്ധിച്ചിടത്തോളം SDPI ആ കാര്യങ്ങളിൽ ബോധറേയല്ല. അതങ്ങനെ അതിൻ്റെ കോലത്ത് നടക്കൂ. മുസ്ലിം സമൂഹത്തിൻ്റെ രാഷ്ട്രീയമായ ശാക്തീകരണത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും അത് എല്ലാ അർത്ഥത്തിലും പിന്തുണക്കും. പക്ഷേ ഫാസിസം മുസ്ലിം സമൂഹത്തിനെതിരെ, ദലിത് സമൂഹത്തിനെതിരെ അവരെ ഐസൊലേറ്റ് ചെയ്യേ, ഇന്ത്യൻ സിറ്റിസൺ എന്ന അവസ്ഥക്കെതിരെ അവർക്ക് നിലനിൽക്കാനുള്ള, അവസാനം വന്ന വോട്ടവകാശം വരെയുള്ള, അവരുടെ പൗരത്വം വരെയുള്ള സംഗതികൾക്കെതിരായി അത് നിഷേധിക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ സ്വതന്ത്രമായി ഒരു മുസ്ലിം സമൂഹം എന്നുള്ള നിലയിലല്ലാതെ പൊതുസമൂഹത്തിനെ അതിൻ്റെ ഒരു വിരുദ്ധ ചേരിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സമകാലികമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ ഒരു ദൗത്യം നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ വഖഫ് ബോർഡിൽ അധികാരം കിട്ടണം എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. മഹല്ല് കമ്മിറ്റിയിലോ ക്ഷേത്ര കമ്മിറ്റിയിലോ അംഗങ്ങളാവുക എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. അവിടെ വരുന്ന ആളുകൾക്ക് നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ
കേരളത്തിലൊഴികെയുള്ള എല്ലായിടത്തും കേരളത്തിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മാറ്റി വെച്ചാൽ എതിർക്കുന്നവൻ്റെ വീട് ബുൾഡോസ് ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ പള്ളികൾ, ആരാധനാലയങ്ങൾ, വിശുദ്ധ സ്ഥലങ്ങൾ ബുൾഡോസ് ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത് ചോദിക്കാൻ ആരുമില്ലല്ലോ. ലക്ഷക്കണക്കായ ആളുകളുടെ വോട്ട് വെട്ടിക്കളയുക. ഇതിന് കോടതികൾ പോലും കൃത്യമായി അതിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയണില്ല. ഇത്തരം അനീതികൾ ചെയ്യുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുന്നില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ ജനാധിപത്യപരമായ പ്രതിരോധമാണ് ഇന്ത്യയിൽ അനിവാര്യ സാധ്യമായ ഒരു വഴി. അതെ, ആ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പൊ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുന്ന സമയത്ത് ഏതൊരു വീട്ടിലാളുകൾ, വിശിഷ്യ മുസ്ലിം കുടുംബങ്ങളിലെ ആളുകൾ SDPI എന്ന സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത രക്ഷിതാക്കളാണ്. അതേസമയം അവർക്ക് വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് മതസംഘടനയായാലും അവർക്ക് പ്രയാസം ഉണ്ടാവുന്നില്ല. ഈ ഒരു മാനസികാവസ്ഥ രൂപപ്പെടുന്നതിൽ ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഈ NDF അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലമുള്ളതാണ് SDPI എന്നുള്ള ധാരണയോ അതല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഒരു ധാരണ വെച്ചിട്ടാണ് ഇത് വരാതിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് എങ്ങനെ മറികടക്കാം? അല്ല, അതുകൊണ്ടല്ല വരാത്തത്. അതായത് മുസ്ലിം സമൂഹത്തിൻ്റെ മൂലധനം, ദ ഹിസ്റ്ററിക്കൽ അസറ്റ് ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി, ആ സാധനം ആരാണോ കൈവച്ചിട്ടുള്ളത്, ആരുടെ കൈവശമാണോ ഉള്ളത്, അവരാണ് മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഈ മതപരമായ ഘടന. അപ്പൊ സമസ്ത, ഞാൻ പറഞ്ഞുതരാം, സമസ്ത ഇത് കേൾക്കി, ഇത് സമസ്ത, ഒരു സമസ്ത പിന്തുണക്കുന്ന മുസ്ലിം ലീഗിനെയാണ്. ആ മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്കൽ പവർ അതിന് അപകടം, അത് കുറഞ്ഞു പോകുമെന്ന ഭീതി കൊണ്ട് മുസ്ലിം ലീഗ് ബാക്കി എല്ലാ മുസ്ലിം സംഘടനകളെയും എതിർത്തിട്ടുണ്ട്. സമസ്ത AP വിഭാഗത്തിനെ എതിർത്തിട്ടുണ്ട്, വെൽഫെയർ പാർട്ടിനെ എതിർത്തിട്ടുണ്ട്, മുസ്ലിം ഭൂരിപക്ഷ പങ്കാളിത്തമുള്ള മറ്റെല്ലാ സംവിധാനത്തെയും അവരെ എതിർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ AP വിഭാഗം അവരല്ലാത്ത മറ്റെല്ലാത്തിനെയും അവർ തള്ളി പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അവരല്ലാത്ത ബാക്കി എല്ലാ സംവിധാനത്തെയും അവർ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ SDPI മാത്രം അതെ, അതിനാണ് ഞാൻ പറയണേ, ഇവരെല്ലാവരും ഏകസ്വരത്തിൽ തള്ളി പറയുന്ന വിഭാഗമാണ് SDPI. അല്ല, ഏകസ്വരത്തിൽ ആരും ആരെയും തള്ളി പറയണില്ല. അതിന്റെ കാരണം എന്താ പറയണ, ഈ എല്ലാ സംവിധാനങ്ങളും അത് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നിലനിൽക്കണമെന്നും ഇതിന് അപ്പുറത്ത് ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ രാജ്യത്ത് ഏറ്റവും ഭീതിയുടെ സാഹചര്യം, അസ്തിത്വ ഭീതി അനുഭവിക്കുന്ന ഒരു സമൂഹങ്ങളെ ഒരു ചരടിൽ കോർത്തിണക്കാനുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകണമെന്നും അതിന് മുൻഗണന നൽകി പ്രവർത്തിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ 17 വർഷം കൊണ്ട് 21 സംസ്ഥാനങ്ങളിൽ നമുക്ക് സാധ്യതയുണ്ട്. അവിടെയൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ സംഘടനാ പക്ഷപാതിത്വത്തിൻ്റെ സങ്കുചിതത്വം എന്ന് പറയുന്ന ഒരു സാധനം, അതിൻ്റെ കാരണം എന്താ വെച്ചാൽ വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഓറിയൻറ്റഡ് ആവുന്നത് കൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ സ്വാധീനതക്ക് കുറവ് വരും എന്നുള്ള ഇടം വരുമ്പോൾ അവർ നമുക്ക് എതിരാണ്. എങ്ങനെ എതിരാണ്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമുക്കെതിരാണ്. അത് എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരല്ലേ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എതിരാണ്. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് SDPI എന്ന് പറയുമ്പോൾ ഇതൊരു ഭീകര സ്വത്വമാണ് എന്നുള്ള ഒരു ചിന്ത വന്നുപെട്ടിട്ടുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല തന്നെ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമങ്ങളിലൂടെ ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നൊക്കെ ഞാൻ പറയട്ടെ. ആളുകൾ വയനാട്ടിലെ ദുരന്തം ഉണ്ടായപ്പോൾ രാത്രി 2 മണിക്ക് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി നാസർ സാഹിബ് അന്ന് പിറ്റേന്ന് എല്ലാ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ മീഡിയയും ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിന്റെ ഫോട്ടോ കൊടുത്തേ. നമ്മുടെ സംസ്ഥാന സമിതി അംഗം നാസർ സാഹിബിന്റെ ഫോട്ടോ കൊടുത്ത് നമ്മുടെ പ്രവർത്തകർ അവിടെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. അവിടെ വയനാട്ടിലെ ഏറ്റവും സ്വീകാര്യമായ, ബാക്കിയുള്ളവരൊക്കെ സ്വീകരിക്കപ്പെട്ടു, പക്ഷെ ഏറ്റവും സ്വീകാര്യമായ വളണ്ടിയർ സംവിധാനം നമ്മളുടെ ആയിരുന്നു. പ്രളയകാലത്തും അങ്ങനെ തന്നെയാണ്. അതല്ല പറയണേ, ഞാൻ പറഞ്ഞു വന്നത് തീവ്രവാദികൾ എന്നുള്ള ഒരു ലേബൽ എങ്ങനെ വന്നുപെട്ടു ഞാൻ ചോദിക്കുന്നത്. ലേബൽ ടു ബി അല്ല, ആർക്കാണോ ആരുമില്ലാതെ. നിങ്ങൾ ചരിത്രം പഠിച്ചില്ലേ? ഞാൻ ഇരിക്കുന്നത് എൻ്റെ വലിയ മാവൂര് കല്ലിടമ്പിൽ അപ്പു എന്ന് പറഞ്ഞ ആള് സഖാവായിരുന്നു. അദ്ദേഹം ജയിലിൽ പോയത് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ്. ഒരുപാട് ആളുകൾ ജയിൽവാസം അനുഭവിച്ചത് ഒരു കാലത്ത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരനായത് രാജ്യദ്രോഹമായിരുന്നു.
ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അത് CPM CPI അല്ല കേട്ടോ, മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പിന്നെ മാവോവാദി തീവ്രവാദി എന്ന് പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലപ്പെടുമല്ലേ. അത് ദരിദ്രരും ദുർബലരുമായ ആളുകൾക്ക് വേണ്ടി ആരൊക്കെ സംസാരിക്കുന്നുവോ, കച്ചവടമല്ലാത്ത രാഷ്ട്രീയത്തെക്കുറിച്ച്, ഒരു പരിവർത്തന രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന മുഴുവൻ ആളുകളെയും ഇന്ത്യയിൽ തീവ്രവാദി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യകാരണ സഹിതം പറയാൻ തുടങ്ങിയപ്പോൾ ഒരു സംഗതി വസ്തുതാപരമായി പറയുന്ന മുഴുവൻ ആളുകളെയും സുഡാപ്പി എന്നാ പറയാ. ഈ സുഡാപ്പി എന്ന് പറഞ്ഞ പേര് സഖാക്കൾ കേട്ടിട്ടുണ്ട്, സിനിമാ നടന്മാർ കേട്ടിട്ടുണ്ട്, ബാക്കി ഇപ്പൊ ചിലപ്പോൾ നാളെ നിങ്ങളും കേൾക്കൂ. ഈ സുഡാപ്പി ആവുക എന്നതിൻ്റെ അർത്ഥം രാജ്യത്ത് സത്യത്തിനും നിർഭയമായി സത്യത്തിൻ്റെയും നീതിയുടെയും ഒപ്പം നിൽക്കുക എന്നുള്ളതിന് ഒരു പര്യായമായി വന്നത് എന്തുകൊണ്ടാ? അത് സമൂഹത്തിന്റെ ആശയക്രമത്തിൽ നമ്മൾ സ്വീകാര്യരാകുന്നു എന്നുള്ളതാണ്. SDPIയിലേക്കുള്ള മെമ്പർഷിപ്പിന്റെ മാനദണ്ഡം എന്താണ്? SDPIന്റെ ഭരണഘടന വായിക്കുക, അംഗീകരിക്കുക, മെമ്പർഷിപ്പ് എടുക്കുക. പിന്നെ നമ്മൾ പാർട്ടി ക്ലാസ് കൊടുക്കും. കേഡർമാർക്ക് പാർട്ടിയുടെ ഘടനയെക്കുറിച്ചും ആശയ സംവിധാനത്തെക്കുറിച്ചും കേഡർ ക്ലാസ് കൊടുക്കും. ഒരു കേഡർമാരായി മാറും. മറ്റേതൊരു അനുഭാവി സമൂഹമായിരിക്കും മെമ്പർ. സാധാ മെമ്പർമാർ കറകളഞ്ഞ വ്യക്തികളായിരിക്കും SDPIയിലെ മെമ്പേഴ്സ്, കേഡർമാർ. കേഡർ സ്വഭാവത്തിലുള്ള ആവണം. അങ്ങനെ ആവാൻ വേണ്ടിയുള്ള പരിശ്രമം പാർട്ടി ഘടനാപരമായി നടത്തും. അതിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഓല നമ്മൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ജനാധിപത്യ രാജ്യമല്ലേ. അങ്ങനെയാണ് നമ്മുടെ അനുഭവം. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ ഇവിടെയുള്ള ഒരുപാട് ആരോപണങ്ങൾ, ഇപ്പം നമ്മൾ വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സമരത്തിന് നേതൃത്വം നൽകാൻ SDPIക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നൽകേണ്ടി വന്ന വിലയാണ് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് MK വൈസി TR ജയിലിലുള്ള. അപ്പവും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വോട്ട് ചോരിക്കെതിരെ അഖിലേന്ത്യാ തലത്തിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ നടന്ന് അഖിലേന്ത്യാ തലത്തിൽ പദയാത്രകൾ നടത്തിയ ഒരു പ്രസ്ഥാനം കൂടിയാണ് SDPI. വേറെ ആരാ അങ്ങനെ നടത്തിയേ? ഇന്ത്യൻ സാമൂഹ്യ ക്രമത്തെ മാറ്റണമെങ്കിൽ, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചെടുക്കാൻ ദേശീയ പ്രസ്ഥാനം ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണോ നടത്തിയത് ആ രീതിയിലുള്ള ജനകീയ സംഘാടനം നടക്കണം. ഈ ജനകീയ സംഘാടനം നടക്കണമെങ്കിൽ നമ്മൾ അടുക്കളയിലും അടുപ്പിലും മാത്രം ഊതി നിന്നാൽ നടക്കൂല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഒരു കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ തീവ്രവാദികളാണ്. ഭഗത് സിംഗിന് അതുകൊണ്ടാണ് അദ്ദേഹം തീവ്രവാദിയാണ് എന്ന ആരോപണം കൊണ്ടാണ് അദ്ദേഹം തൂക്കിക്കൊന്നത്. എന്ന് നമ്മളത് പറയില്ലല്ലോ. രാജ്യദ്രോഹിയാണ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാൻസാമിനെ ജയിലിലിട്ട് കൊന്നത്. സായിബാബ ജയിലിൽ നിന്ന് ഇറങ്ങി മണിക്കൂറുകൾക്കകം മരിച്ചുപോയി. അദ്ദേഹത്തെ കയ്യും കാലും ഒന്നും ഇല്ലാത്തൊരു വെറും മാംസപിണ്ഡത്തിൻ്റെതുപോലെ നിശ്ചലനായ ഒരു മനുഷ്യനെ ജയിലിട്ട് എന്തിനാ? പട്ടിണിയില്ലാത്ത ഇന്ത്യ, നിർഭയമായ ഇന്ത്യ എന്നാണോ സ്ലോഗൻ? അല്ല, ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്ന് മോചനം. ഈ ആപ്തവാക്യം എവിടുന്നാ കിട്ടിയത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിന്റെ സോഴ്സ് നമ്മുടെ ഇന്ത്യൻ സാമൂഹ്യ ക്രമത്തിലെ അനുഭവങ്ങളല്ലേ. നിങ്ങളൊക്കെ ഈ ഏറ്റവും മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി വായിക്കുമ്പോൾ GDPയിൽ ലോകത്ത് ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആ ചരിത്രം തന്നെ അവർ വായിച്ചു കളയാ. ഒരു ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കരമായ കുതിപ്പ് നടത്തിയ ഒരു ഇന്ത്യ, നമ്മൾ 100ന്റെ താഴെ 50-ലും 60-ൽ നിന്ന് ഇങ്ങനെ വളർന്ന് ഇപ്പൊ പട്ടിണിയുടെ കാര്യത്തിൽ 102ാം സ്ഥാനത്ത് നമ്മളുള്ള. ബംഗ്ലാദേശ് നമ്മളെ മറികടന്നേ. ഇതിനൊരു സാഹചര്യം പട്ടിണി ഉണ്ടാവുന്നതല്ല, പട്ടിണി സൃഷ്ടിക്കപ്പെടുന്നതാണെന്നാ. അതിനൊരു ഉദാഹരണമാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ബീഹാറിലെ വിഷയം ഉണ്ടായപ്പോൾ 1002 ഏക്കറാ ₹1 പാട്ടത്തിന് അദാനിക്ക് കൊടുക്കുക. അവിടെയുള്ള ജനങ്ങൾ അവിടുന്ന് ആട്ടി ഓടിക്കുക. ആ ജനങ്ങൾ ഇതായി പോവുക. 25 ലക്ഷത്തോളം വരുന്ന നമ്മുടെ ഓരോ രാജ്യത്ത് ഓരോ വികസന പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി രാജ്യത്ത് ആട്ടി ഓടിക്കപ്പെട്ട മനുഷ്യന്മാരുണ്ട്. വീടുകളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട മനുഷ്യരുണ്ട്. ലക്ഷക്കണക്കായ ആളുകളിലേക്ക് എത്തുവാണ് നമ്മുടെ ഈ ബുൾഡോസർ രാജിലൂടെ. രാജ്യത്ത് വീടില്ലാതായി പോയ മനുഷ്യന്മാരുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ അവർ തലമുറകളായി ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും തകർക്കപ്പെടുകയും തെരുവിൽ എറിയപ്പെടുകയും ചെയ്ത ഒരു സമൂഹമുണ്ട് രാജ്യത്ത്. ഇതുവരെ അഡ്രസ്സ് ചെയ്യാൻ, ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ, ഇതിനെ പരിഹരിക്കാൻ എന്താ മാർഗം? അവരെ അവകാശബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ ജനങ്ങളെ എല്ലാ ഞാൻ പറഞ്ഞില്ല 3600ഓളം വരുന്ന ജാതികളും ഉപജാതികളും ചേർന്ന ഇന്ത്യൻ സമൂഹത്തെ, അവരിൽ ഓരോ വിഭാഗത്തെയും
അവരെ അവകാശബോധമുള്ളവരാക്കി സംഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ജനാധിപത്യപരമായി അവരൊരു ഭൂരിപക്ഷ വോട്ട് ശതമാനമായി മാറുമ്പോഴാണ്, ഏകീകരിച്ച വോട്ട് സംവിധാനമായി മാറുമ്പോഴാണ് ഫാസിസത്തെ ജയിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, 35% താഴെയാണ്, 35%-ഓളമാണ് ഇവരെ, 33.7% ഇവരുടെ BJPന്റെ വോട്ട് ഷെയർ ഇന്ത്യൻ പാർലമെന്റിൽ ഭരിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും അവർക്കുള്ളത്. അവരെ മുദ്രാവാക്യം 2 എണ്ണമായിരുന്നു. ഒന്ന് കോൺഗ്രസ് രഹിതമായ ഇന്ത്യ, അത് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെടുത്തി. അപ്പുറത്തുള്ള ഇപ്പോഴത്തെ അവർ പ്രായോഗികമായ അവരുടെ രാഷ്ട്രീയം മുസ്ലിം രഹിതമായ അധികാരം എന്നാണ്. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെയും ദലിതുകളെയും മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ദലിതുകളെ പ്രത്യക്ഷമായി മാറ്റി നിർത്താൻ കഴിയില്ല, കാരണം അവർക്ക് സംവരണ മണ്ഡലങ്ങൾ ഉള്ളതുകൊണ്ട്. കേരളത്തിൽ തന്നെ സംവരണ മണ്ഡലത്തിലല്ലാതെ ഈ ഭയങ്കര ഇതുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംവരണ മണ്ഡലം അല്ലാതെ ഏതെങ്കിലും എത്ര മണ്ഡലത്തിൽ അവർ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിനെ മത്സരിപ്പിച്ചിട്ടുണ്ട്? അക്കാര്യത്തിൽ SDPIന്റെ നിലവാരം അതല്ലേ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, 50%-ലധികം ഞങ്ങളുടെ 800-ലധികമുള്ള ഞങ്ങളുടെ ജനപ്രതിനിധികളിൽ 50%-നും 60%-നും ഇടയിൽ മുസ്ലിങ്ങളല്ലാതെ അടിസ്ഥാന ജനവിഭാഗത്തിലുള്ള ദലിത് അടിസ്ഥാന വിഭാഗത്തിലുള്ള ആളുകളാണ് ഞങ്ങളുടെ ജനപ്രതിനിധികൾ. കേരളത്തിലെ വിഷയമല്ല, അഖിലേന്ത്യാ തലത്തിലുള്ള ഞങ്ങളുടെ സ്ട്രാറ്റജിയാണത്. അത് അവൈലബിൾ ആയ ഒരു ഡാറ്റ. സംഭാഷണം നമ്മൾ നീണ്ടുപോകുന്നുണ്ട്, നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ സ്ലോഗൻ, ഈ സ്ലോഗൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, അല്ലദീ അതാമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ് എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട് ഖുർആനിൽ. വിശപ്പ് രഹിത സ്ഥലം, അതേപോലെ തന്നെ നിർഭയമായൊരു സ്ഥലം. അങ്ങനെ വരുമ്പോൾ വീണ്ടും അത് ഖുർആനിലേക്കും മുസ്ലിങ്ങളിലേക്കും ചേർക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ വിശദീകരിക്കും? മുസ്ലിം പ്രശ്നമായിട്ട് ഇസ്ലാമും കണ്ടിട്ടില്ലല്ലോ. നിർഭയത്വം ഒരു മുസ്ലിം പ്രശ്നമായിട്ട് ഖുർആൻ കണ്ടിട്ടില്ലല്ലോ. നഷ്ടപ്പെടുവാനില്ലൊന്നും കൈവിലങ്ങുകളല്ലാതെ എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനം അത് തന്നെയല്ലേ. ലോകത്തെ ഏറ്റവും മഹത്തായ ഒരു ആശയം, ഒരു തത്വസംഹിത. ആ തത്വസംഹിതയോട് ഏത് മുദ്രാവാക്യത്തിനാ സമാധാനത ഇല്ലാത്ത? ഗരീബി ഹട്ടാവോ ആരുടെ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമല്ലേ, ആ ഖുർആനിലുള്ളതാണെന്ന് പറയാലോ. തുല്യനീതി ഇതിൻ്റെ അടിസ്ഥാനമാണ് നിർഭയത്വവും വിശപ്പ് രഹിതമായ സംതൃപ്തമായ ഒരു സമൂഹം എന്നുള്ളത്. ഒരു സമൂഹം സംതൃപ്തമാകണമെങ്കിൽ അവർ സഫിഷ്യൻ്റായി അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നവരാവണം. അവർക്ക് നിർഭയമായി കടന്നുറങ്ങാനും അവരുടെ സമൂഹത്തിൽ ജീവിക്കാനും കഴിയണം. ഇത് ഉറപ്പ് നൽകുന്ന ഒരടിസ്ഥാന തത്വസംഹിതയാണ് ഭരണഘടന എന്ന് പറഞ്ഞേ. ചോദ്യം അവസാനിപ്പിക്കാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് കോഴിക്കോട് ജില്ലയിലെ? കോഴിക്കോട് ജില്ലയിൽ നിർണായകമായ രാഷ്ട്രീയ ശക്തിയായി മാറും. ജനപ്രാതിനിധ്യം കൊണ്ട് SDPI പ്രസ്ഥാനം അത്ഭുതം സൃഷ്ടിക്കും. കാരണം എന്താ വെച്ചാൽ, SDPIക്ക് ഇപ്പോൾ പൊതുസമൂഹത്തിനിടയിൽ വർദ്ധിച്ചു വരുന്ന അഭൂതപൂർവമായ സ്വീകാര്യതയാണ്. അത് 2 കാരണം കൊണ്ടാണ്. നമ്മുടെ ജനകീയ പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകളുടെയും നിലപാടിൻ്റെയും കാര്യം. രണ്ടാമത്തേത്, ഏറ്റവും സമർപ്പിതരായ ഒരു കേഡർ സംവിധാനത്തെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നതുകൊണ്ട്. ഈ സമർപ്പിതരായ കേഡർ ഉണ്ടാകുമ്പോഴാണ് ഈ വീട്ടിലൊരു തീപിടുത്തുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന് ഭരണകൂടത്തിൻ്റെയോ മറ്റ് സംവിധാനങ്ങളോ ഉത്തരം നൽകിയിട്ടില്ലെങ്കിലും അതിന് ഉത്തരം നൽകാതെ കിടന്നുറങ്ങാൻ പാടില്ല നമ്മുടെ പ്രവർത്തകരെന്ന്, അതിനെത്ര സാധ്യമാകുന്ന വേഗതയിൽ അത് പരിഹരിക്കണം എന്ന് പ്രായോഗികമായി പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കും. ജനങ്ങൾ നൽകുന്ന സംഭാവന കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ. ചെറിയ വരിസംഖ്യ, ഞങ്ങളൊക്കെ ഒരു ദിവസത്തെ വേതനത്തിൽ നിന്ന് അയാൾക്ക് കഴിയുന്നത് എത്രയാണോ അത് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അത് നമ്മൾ നിർബന്ധമായും ഒരാൾ ഒരു കൊല്ലം കൊടുക്കും. അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ സമ്പത്ത് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് അത് ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണ് എന്നത് സത്യസന്ധമായി ജനങ്ങൾക്കും സമൂഹത്തിനും ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹികമായ ഇടപെടൽ അതുണ്ട് എന്നുള്ളതാണ് SDPIൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ SDPIയെ ജനങ്ങൾ സ്വീകരിക്കും.